ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു ചാനൽ. നമ്മുടെ ഷേർ ചേച്ചിക്ക് പഴനിയിൽ സ്വർണ്ണരഥം ഉരുട്ടാനൊരു നേർച്ചയുണ്ടായിരുന്നു. ഒരു കമ്പനിക്ക് ഞങ്ങളും കൂടെ പോയി. ഭഗവാനെ ഉത്സവമൂർത്തിയായി അലങ്കരിച്ച് സ്വർണ്ണരഥത്തിൽ ഇരുത്തിയാണ് ശ്രീകോവിലിനു ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നത്. ഭക്തരാണ് രഥം വലിക്കുന്നത്. ഇത് കാണുന്നത് തന്നെ പുണ്യമായാണ് കണക്കാക്കുന്നത്. ഈ രഥം വലിക്കാൻ ഒരു അവസരം എനിക്കും കിട്ടി. ഞാൻ വളരെ വളരെ ഹാപ്പിയായി. പിന്നെ പഴനിയെല്ലാം ഒരുപാട് മാറിയിട്ടോ കൂട്ടുകാരെ. സ്വകാര്യ വാഹനങ്ങൾക്കൊന്നും അവിടെ പ്രവേശനമില്ല. പിന്നെ കച്ചവടക്കാരെ തിക്കും തിരക്കുമൊന്നും അവിടെ കണ്ടില്ല. കുറച്ചങ്ങ് മാറി ഒരു സ്ട്രീറ്റിലാണ് കച്ചവടക്കാരുള്ളത്. നിറയെ കടകളുണ്ട് കേട്ടോ. ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങാനുള്ള കടകളുണ്ട്. പക്ഷെ അതൊന്നും ഫ്രണ്ടില്ല, കുറച്ച് മാറിയാണ് കണ്ടത്. പിന്നെ മൊബൈൽ ഫോണ്, ക്യാമറ ഇതൊന്നും നമുക്ക് പടികൾ കയറുമ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല. അതെല്ലാം താഴെ ക്ലോക്ക് റൂമിൽ വെച്ച് വേണം നമുക്ക് കയറാൻ. പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, വളരെ ക്ലീൻ ആണ്. ക്ലീനിങ് സ്റ്റാഫ് യഥാസമയം ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അവിടെ. ഭിക്ഷക്കാരെ ഒന്നും അവിടെ കാണാനേ ഉണ്ടായിരുന്നില്ല. നേരത്തെ പഴനിയിൽ പോകുമ്പോൾ സ്റ്റെപ്പുകളിലെല്ലാം ഭിക്ഷക്കാർ ഇരിക്കുന്നുണ്ടാവും. ഇപ്രാവശ്യം അതൊന്നും കണ്ടില്ല കേട്ടോ. സൈക്കിളില് കൊട്ടയൊക്കെ വെച്ച് കൊയ്യാക്കി വിൽക്കുന്നുണ്ടാവില്ലേ, പിന്നെ അമ്മമാര് കൊയ്യാക്കി വിൽക്കുന്നുണ്ടാവും. അത് കണ്ടു. അത് പഴനിയിൽ പോയി പിന്നെ കൊയ്യാക്ക വാങ്ങാതെ വരുന്നത് എങ്ങനെയാണ്? 1.5 കിലോ 100 രൂപ എന്ന് പറഞ്ഞു. നമ്മളെല്ലാവരും 1.5 കിലോ കൊയ്യാക്കി വാങ്ങി വീട്ടിലേക്ക് വന്നു. പിന്നെ നിയമങ്ങൾ പാലിക്കപ്പെടാനുള്ളതാണ്. അത് നമ്മൾ ലംഘിക്കാൻ പാടില്ല. കുറച്ച് വീഡിയോസ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് കാണാം. തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ ജില്ലയിലെ ദണ്ഡായുധപാണി സ്വാമി ക്ഷേത്രം അഥവാ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ദണ്ടും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മുരുകന്റെ പ്രതിഷ്ഠ ആയതിനാലാവണം ഈ ക്ഷേത്രത്തിന് ഇങ്ങനെയൊരു പേര് വന്നത്. പടികൾ കയറിയോ ആനപ്പാത വഴി നടന്നോ അല്ലെങ്കിൽ റോപ്പ് കാർ വഴിയോ മറ്റോ തീർത്ഥാടകർക്ക് മുകളിൽ എത്തിച്ചേരാം. 693 പഴനി സ്റ്റെപ്പ് കൗണ്ട്. ഒരു 25-30 മിനിറ്റ് എങ്കിലും വേണം മല കയറാൻ. ഏതൊരു ഭക്തന്റെയും മനസ്സ് നിറയ്ക്കുന്ന അതിമനോഹരമായ പ്രകൃതി ഭംഗിയാണ് മല കയറുമ്പോൾ കാണുന്നത്. മൊട്ടയടിച്ചും കാവടിയേന്തിയുമെല്ലാം മല കയറുന്നത് ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. ബാലമുരുകന്റെ ശിരസിനോട് സാമ്യം തോന്നാനാണ് തലമുണ്ടനം ചെയ്യുന്നതത്രേ. ഹിന്ദു പുരാണം അനുസരിച്ച് അഗസ്ത്യമുനിയുടെ കൽപ്പന പ്രകാരം കൈലാസത്തിൽ നിന്ന് ഇടുമ്പൻ കാവടി പോലെ കെട്ടിക്കൊണ്ടുവന്ന 2 മലകളിലൊന്നിന്റെ മുകളിൽ ജ്ഞാനപ്പഴത്തിന്റെ പേരിൽ അച്ഛനമ്മമാരോട് പിണങ്ങി മുരുകൻ കയറി അവിടെ വസിക്കാൻ തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. മുരുകൻ ഇടുമ്പനെ കാവൽ ദൈവമാക്കുകയും തന്നെ ദർശിക്കാൻ കാവടിയെടുത്ത് വരുന്നവർക്ക് സകല സൗഭാഗ്യവും സിദ്ധിക്കുമെന്ന് അരുൾ ചെയ്യുകയും ചെയ്തു. ഭഗവാൻ പടിഞ്ഞാറോട്ട് ദർശനം തരുന്നതിനാൽ അനുഗ്രഹം കൂടുതൽ കേരളത്തിനാണെന്നാണ് ഒരു വിശ്വാസം. അച്ഛടെയും അമ്മയുടെയും കൂടെ പോയപ്പം എടുത്തൊരു വീഡിയോ നമുക്ക് കാണാം. നവപാഷാണം എന്നറിയപ്പെടുന്ന ഔഷധ സസ്യങ്ങളുടെ സംയോജനത്തിൽ നിന്ന് സിദ്ധരിൽ ഒരാളായ ഭോഗർ മുനി പ്രതിഷ്ഠിച്ചതാണ് ഗർഭഗൃഹത്തിലെ മുരുകന്റെ വിഗ്രഹം എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ ഈ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്ന പഞ്ചാമൃതം, ചന്ദനം, ഭസ്മം എന്നിവയ്ക്ക് ഔഷധവീര്യമുള്ളതായി ഭക്തർ വിശ്വസിക്കുന്നു. പഞ്ചാമൃതവും വിഭൂതിയുമാണ് ഇവിടുത്തെ പ്രധാന പ്രസാദം. തെക്കു പടിഞ്ഞാറെ കവാടത്തിലാണ് ഭോഗരുടെ ക്ഷേത്രം. ബാലൻ, സന്യാസി, വേട്ടക്കാരൻ, രാജാവ് തുടങ്ങിയ വിവിധ അലങ്കാരങ്ങൾ ഭഗവാന് നടത്താറുണ്ട്. ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായല്ലോ പഴനിക്ക് ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന്. മലയാളത്തിൽ ഉൾപ്പെടെ വിവിധ ഭാഷകളിൽ അനൗൺസ്മെന്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മൊബൈൽ ഫോൺ, ചെരുപ്പ് എന്നിവ പുറത്തു വയ്ക്കണമെന്നും അതിന് ഗവൺമെന്റ് സ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും മറ്റും. മോഷ്ടാക്കളെ സൂക്ഷിക്കണമെന്നും അവർ പറയുന്നുണ്ട്. വിഘ്നേശ്വരനായ ഗണപതി ഭഗവാനെയും പ്രാർത്ഥിച്ച് ഞങ്ങൾ മല കയറ്റം തുടങ്ങി. സാധാരണ കയറുന്ന വഴിയിലൂടെ അല്ല, വേറൊരു വഴിയിലൂടെയാണ് നമ്മളെ കയറ്റി വിട്ടത്. പഴനിയാണ്ടവന് ഹരഹരോ ഹര. പിന്നൊരു കാര്യം, അമ്പലവും പരിസരവും നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാം ക്ലീനായി വെച്ചിട്ടുണ്ട്. മുരുകനെയും ദർശിച്ച് പഞ്ചാമൃതവും വിഭൂതിയും വാങ്ങിച്ച് ഞങ്ങൾ ഇറങ്ങി. ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭക്തർ കാൽനടയായി ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഈ വണ്ടികളിലാണ് ഭക്തർ ഇങ്ങോട്ട് വരുന്നതും ഇവിടെ നിന്നും പോകുന്നതും. മറ്റു വാഹനങ്ങൾക്കൊന്നും ഇവിടെ പ്രവേശനമില്ല. കച്ചവടക്കാർക്ക് വേറെ സ്ഥലം അനുവദിച്ചിട്ടുണ്ട്. കൂട്ടുകാരെ, നിങ്ങളുടെ ഓരോ ലൈക്കും കമന്റും എനിക്ക് വിലപ്പെട്ടതാണ്. തരാൻ മറക്കരുത്. താങ്ക് യു.